നമസ്കാരം, ഞാൻ ശ്രീജിത്ത്. യു വാച്ചിങ് ഫ്യൂഷൻ കുസൈൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആട്ടിൻകാൽ പായയാണ്. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തമിഴ്നാട് സ്റ്റൈൽ ഫുഡാണ്. നമ്മുടെ കേരള ബേസിസിൽ ഈ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. പൊറോട്ടയുടെ ഒപ്പവും ഇടിയപ്പത്തിൻ്റെ ഒപ്പവും വളരെ രുചികരമായിട്ടുള്ള വിഭവമാണ്. നമുക്ക് നോക്കാം. 100 ഗ്രാം വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ജീരകവും 1.5 സ്പൂൺ വെളുത്തുള്ളിയും എടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളിയുടെ അതേ അളവ് തന്നെ ഇഞ്ചിയും എടുക്കണം. ഒരു 1.5 സ്പൂൺ ഇഞ്ചിയും നമ്മൾ എടുക്കുന്നുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ എടുക്കുന്നത് ഒരു 3 ആടിൻ്റെ കാലിലേക്കുള്ള കൂട്ടിലേക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 50 ഗ്രാം ഇഞ്ചി ചോപ്പ് ചെയ്തതും 50 ഗ്രാം വെളുത്തുള്ളി ചോപ്പ് ചെയ്തു. ഇത്രയും അധികം എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മട്ടന് ഒരു റോ സ്മെല്ലുണ്ട്. അതൊന്നും മാറ്റാനുണ്ട്. ചിലർക്ക് അത് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലിനെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, 400 ഗ്രാം സവോള പൊടിയായി അരിഞ്ഞിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 പച്ചമുളക് നടു കീറിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അതിലേക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ 400 ഗ്രാം സവോളയിലേക്ക് നമുക്ക് ഏകദേശം 200 ഗ്രാം, അതായത് നേർ പകുതി തന്നെ തക്കാളി എടുക്കണം. ഓക്കെ, മട്ടൻ മാസത്തിൽ, അതായത് മട്ടൻ്റെ ലെഗ് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരാരോഗ്യത്തിനും അതേപോലെ തന്നെ എല്ലുകളുടെ ബലത്തിനും മസിൽസിൻ്റെ ഗ്രോത്തിനൊക്കെ ഈ മട്ടൻ്റെ ലെഗ് നല്ല പോലെ തന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ കുട്ടികൾക്കും അതേപോലെ ഇടത്തരം പ്രായക്കാർ, അതായത് നമ്മുടെ യങ്സ്റ്റേഴ്സ് 18 to 20-25 വയസ്സുള്ള ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കുന്നത് മാസത്തിൽ 2-3 പ്രാവശ്യം കഴിക്കുന്നത് നല്ലതാണ്. കുറച്ച് പ്രായം കൂടിയ ആൾക്കാരാണെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം തന്നെ ധാരാളം. അപ്പോൾ നല്ല പോലെ ഹെൽത്തി ഫുഡാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ബ്ലാക്ക് പെപ്പർ, ഓക്കെ, ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 2 സ്പൂൺ മല്ലിപ്പൊടി മാത്രം ചേർക്കുന്നുള്ളൂ. ഓക്കെ, ഈ മസാലയിലേക്ക് നമുക്ക് ഗരം മസാല പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ മസാലകളൊക്കെ ആയി. ഇതാണ് ഇതിൻ്റെ പാകം. നമ്മൾ വന്നിട്ട് ശരിക്കും ഒരു 3 ആടിൻ്റെ കാലാണ് എടുത്തിട്ടുള്ളത്. 3 ആടിൻ്റെ കാലെന്ന് പറയുമ്പോൾ 12 കാൽ പീസ്, അതൊരു 15 to 17-20 വിസിൽ വരെ അടിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടൻ്റെ മീറ്റല്ല കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം. ഇതിൻ്റെ ശരിക്കും ആ ബോണ് എല്ല് തന്നെ നമ്മൾ കടിച്ച് ചവച്ച് അരച്ച് തിന്നണം. അതാണ് അതിൻ്റെ ആരോഗ്യം. അതിൻ്റെ ഒപ്പമുള്ള മജയും കൂടി കഴിക്കാനാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ്. അപ്പോൾ ഒരു 15 to 20 വിസിൽ. ഇനി ചള്ള ആടാണെങ്കിൽ ഒരു 10 to 15 വിസിൽ അപ്പോഴും വേണ്ടി വരും. എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേവണം. അപ്പോഴാണ് നമുക്ക് കഴിക്കാനും ശരിക്കും അതിൻ്റെ എന്താണ് അതിൻ്റെ സത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും സോഫ്റ്റ് ആയിരിക്കാൻ പോകും. അപ്പോൾ അത് മനസ്സിലാക്കുക. ഓക്കെ, ഇത് മട്ടൻ്റെ ആ ബോൺ വെന്തേൻ്റെ ഒപ്പം തന്നെയുള്ള സ്റ്റോക്ക് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, ബാക്കി വെള്ളം നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 1/2 മുറി നാളികേരം നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കണം. നല്ല അരച്ചതെന്ന് പറഞ്ഞാൽ നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോഴാണ് ആ കഴിക്കുമ്പോൾ, അതായത് ആ ഗ്രേവി ശരിക്കും നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി. കാരണം ഓൾറെഡി വന്നിട്ട് ഈ ഫാറ്റ് കൂടിയതാണ് ഈ മട്ടൻ്റെ ലെഗ്. തിളച്ച് പകുതി നമ്മൾ ലേശം ഗ്രേവി ആയിട്ട് ഇറക്കി വെച്ചാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നല്ലപോലെ ടൈറ്റ് ആവും. അപ്പോൾ നാളികേരം ശരിക്കും അരഞ്ഞില്ലെങ്കിൽ തരേന്നുണ്ടാവും. കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, കഴിക്കാനൊരു നല്ല ഫീൽ ഉണ്ടാവില്ല. അപ്പോൾ വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം. ഓക്കെ, നമ്മുടെ കറി ഏകദേശം ഇങ്ങനെ തിളച്ച് റെഡിയായി വരുന്നുണ്ട്. അതിലേക്ക് മല്ലിയില കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല വെട്ടി തിളച്ച് നല്ല കുറുകുറേന്നുള്ള കറി ഏകദേശം തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ആട്ടുംകാല് പായ ഇത്രയേ ഉള്ള കാര്യം. ഓക്കെ, ലേശം മുകളിലേക്ക് മല്ലിയില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവനെ പതുക്കെ പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. ശരിക്കും ഈ ഗ്രേവി ഒരു അപാര ടേസ്റ്റ് തന്നെയാട്ടോ. കാരണം ഒരു പൊറോട്ടയ്ക്കായാലും, ശരിക്കും പൊറോട്ടയ്ക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ. പൊറോട്ടയ്ക്കായാലും അപ്പത്തിനായാലും ഇടിയപ്പത്തിനായാലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിരിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.